ദൈവമാതാവിനെ പറ്റി ചിന്തിക്കുമ്പോൾ ചേർന്ന് ചിന്തിക്കേണ്ട ഒന്നാണ് നസ്രയത്തിലെ തിരുക്കുടുംബത്തെ പറ്റിയുള്ളത്. നസ്രയത്തിലെ തിരുക്കുടുംബത്തെ പറ്റിയുള്ള ചിന്തകളും ധ്യാനങ്ങളും ദൈവമാതാവിന്റെ ചിന്തയുമായിട്ട് ചേർന്ന് പോകേണ്ട സംഗതിയാണ്. പ്രത്യേകിച്ചും ജോസഫ് പിതാവിനെ പറ്റി. യേശുക്രിസ്തുവിന്റെ മനുഷ്യാവതാര പ്രക്രിയയിൽ ദൈവമാതാവിന് ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥാനം ദൈവം നൽകിയപ്പോൾ അതോടെ തന്നെ ശ്രേഷ്ഠവുമായ ഒരു സ്ഥാനം നൽകുകയും ത്യാഗപൂർണമായ ജീവിതം നയിക്കുകയും ചെയ്ത വ്യക്തിയാണ് ജോസഫ് പിതാവ്. എന്നാൽ ജോസഫ് പിതാവിനെ പറ്റി അത്ര ഗൗരവമായിട്ട് സഭയിൽ അദ്ദേഹത്തിന്റെ ചിന്തകളും ഓർമ്മകളും ഉണ്ടാകുന്നില്ല എന്നൊരു പരാതി സാധാരണഗതിയിൽ കേൾക്കാറുണ്ട്. ദൈവമാതാവിനെ പറ്റിയുള്ള എല്ലാ ചിന്തകളോടും ചേർന്ന് നസ്രയത്തിലെ തിരുക്കുടുംബത്തിന്റെയും പ്രത്യേകിച്ച് ജോസഫ് പിതാവിന്റെയും ചിന്തകൾ ഉണ്ടാകണം. വേദപുസ്തകത്തിൽ ജോസഫ് പിതാവിനെ പറ്റി അങ്ങനെ വലിയ പരാമർശങ്ങളൊന്നുമില്ല. മത്തായി ശ്ലീഹ മാത്രം യേശുക്രിസ്തുവിന്റെ ജനനവുമായി ബന്ധപ്പെട്ട് ദൈവത്തിന്റെ അരുളപ്പാട് ലഭിക്കുന്നത് ജോസഫിനാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ മാത്രമേ പരാമർശമുള്ളൂ. വേദപുസ്തകത്തിൽ ജോസഫിനെ പറ്റി അങ്ങനെ വലിയ പരാമർശമില്ല. അതിന് കാരണം യേശുക്രിസ്തുവിന് 19 വയസ്സുള്ളപ്പോ ജോസഫ് മരിച്ചുപോയി. 19 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ യേശുക്രിസ്തുവിന്. യേശുക്രിസ്തു പരസ്യ ശുശ്രൂഷ തുടങ്ങുന്നത് 30-ാമത്തെ വയസ്സിലാണ്. അപ്പൊ 30-ാമത്തെ വയസ്സിൽ പരസ്യ ശുശ്രൂഷ തുടങ്ങുന്നതിന്റെ കാര്യങ്ങളൊക്കെ സുവിശേഷത്തിൽ വേദപുസ്തകത്തിൽ പരാമർശിക്കുമ്പോൾ ക്രിസ്തുവിന് 19 വയസ്സുള്ളപ്പം ജോസഫ് മരിച്ചുപോയത് കൊണ്ട് യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയിൽ ജോസഫ് പിതാവിന് സ്ഥാനമുണ്ടായില്ല. അതുകൊണ്ട് സുവിശേഷങ്ങളിലും വേദപുസ്തകത്തിലും പുതിയ നിയമത്തിലും ജോസഫ് പിതാവിനെ പറ്റി അങ്ങനെ പരാമർശിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയായില്ല. എന്നാൽ ജോസഫിനെ പറ്റി, തന്റെ പിതാവായ ജോസഫിനെ പറ്റി യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാമോ, യേശുക്രിസ്തു ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ പറ്റി ശിഷ്യന്മാരെ മാത്രം പഠിപ്പിക്കുന്ന സന്ദർഭങ്ങളുണ്ട്. അത് അദ്ദേഹം യഹൂദിയിൽ യെരുശലേമിലായിരിക്കുമ്പോൾ ഒലിവുമലയുടെ ഏകദേശം മധ്യഭാഗത്തായിട്ടുള്ള ഒരു ഗുഹയുണ്ട്. ആ ഗുഹയിൽ അദ്ദേഹം ശിഷ്യന്മാരുമായി മാത്രം സമയം ചെലവഴിക്കുന്ന സന്ദർഭങ്ങളുണ്ട്. അവിടെ വെച്ച് ഈ ശിഷ്യന്മാരോട് മാത്രമായിട്ട് ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ പഠിപ്പിക്കാറുണ്ട്. അവരോട് മാത്രമായി പഠിപ്പിക്കേണ്ട കാര്യങ്ങൾ അവിടെ വെച്ചാണ് അദ്ദേഹം പഠിപ്പിക്കുന്നത്. അവിടെ വെച്ചാണ് യേശുക്രിസ്തു സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന പഠിപ്പിച്ചത് ശിഷ്യന്മാരെ. യേശുക്രിസ്തു സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന ശിഷ്യന്മാരെ പഠിപ്പിച്ചത് ആ സ്ഥലത്ത് വെച്ചാണ്. അവിടെ ഒരു ദിവസം ഇരിക്കുമ്പോ യേശുക്രിസ്തു തന്റെ പിതാവായ ജോസഫിനെ പറ്റി ശിഷ്യന്മാരോട് പറഞ്ഞു. വളരെ അഭിമാനത്തോടെ ജോസഫ് പിതാവിനെ പറ്റി യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു കൊടുത്തു. അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജോസഫ് ദ കാർപ്പന്റർ എന്ന് പറയുന്ന ഒരു റൈറ്റിംഗ് ഉണ്ട്. അത് വേദപുസ്തകത്തിന്റെ ഭാഗമായിട്ടില്ലെങ്കിലും വേദപുസ്തകത്തിന്റെ ഭാഗമല്ലാത്ത ഒരുപാട് വേദപുസ്തക കഥകൾ ചേർത്ത് അപ്പോക്രിഫൽ റൈറ്റിംഗ് എന്ന് പറഞ്ഞൊരു ശാഖ തന്നെയുണ്ട്. അപ്പോക്രിഫൽ റൈറ്റിംഗ്സ്. അതിനകത്ത് ഈ ജോസഫ് ദ കാർപ്പന്റർ എന്ന് പറയുന്ന സംഭവം രേഖപ്പെടുത്തിയിരിക്കുന്ന റൈറ്റിംഗ് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അത് ശിഷ്യന്മാരോട് ക്രിസ്തു പറഞ്ഞു കൊടുത്തത് പിൽക്കാലത്ത് എഴുതപ്പെട്ടതാണത്. അവിടെ യേശുക്രിസ്തു വളരെ ആവേശത്തോടെ ജോസഫിനെ പറ്റി പറയുന്നുണ്ട്. ജോസഫ് കാർപ്പന്റർ ആയിരുന്നു എന്നുള്ളത് നമുക്കറിയാം. മരപ്പണിക്കാരനായിരുന്നു. മരപ്പണിക്കാരൻ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ വീടുകളിലൊക്കെ പണി ചെയ്യാൻ വേണ്ടി കാർപ്പന്ററെ വിളിച്ച് ചെയ്യുന്ന അങ്ങനെ ഒരു വെറും മരപ്പണിക്കാരനല്ല. അദ്ദേഹം ഒരു ഫർണിച്ചർ വ്യവസായിയായിരുന്നു.
അദ്ദേഹത്തിന് ഫർണിച്ചേഴ്സ് ഉണ്ടാക്കുന്ന വലിയൊരു ശാല തന്നെ ഉണ്ടായിരുന്നു, ഒരു വ്യവസായശാല ഉണ്ടായിരുന്നു, ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ടായിരുന്നു. അത് വിറ്റഴിക്കാനുള്ള വലിയ ബൃഹത്തായ സംവിധാനങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ വലിയൊരു മിടുക്കനായ കഴിവും പ്രാപ്തിയും തെളിയിച്ച മഹാനായ ഒരു മനുഷ്യനായിരുന്നു ജോസഫ് പിതാവ്. എന്ന് മാത്രമല്ല, അദ്ദേഹത്തെ അന്നത്തെ യഹൂദ സമൂഹം വിളിച്ചിരുന്നത് നീതിമാനായ ജോസഫ് എന്നാണ് അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. നീതിമാനായ ജോസഫ്. കാര്യം ഈ വ്യവസായവും ഫർണിച്ചർ കട ഇതൊക്കെ നടത്തുന്നുണ്ടെങ്കിലും ഏറ്റവും നീതിയോടും വിശ്വസ്തയോടും അദ്ദേഹം ജീവിച്ച മനുഷ്യനാണ്. അതുകൊണ്ട് പൊതുസമൂഹം മുഴുവൻ അദ്ദേഹത്തെ വിളിച്ചിരുന്നത് നീതിമാനായ ജോസഫ് എന്നാണ്. യേശുക്രിസ്തു പോലും തന്റെ ശിഷ്യന്മാരോട് തന്റെ അപ്പനെ പറ്റി, വളർത്തപ്പനെ പറ്റി കഥ പറയുമ്പോൾ പറയുന്നത് മൈ ഫാദർ ദ റൈച്ചസ് ജോസഫ് എന്നാണ് പറയുന്നത്. മൈ ഫാദർ ദ റൈച്ചസ് ജോസഫ്, എന്റെ അപ്പൻ നീതിമാനായ ജോസഫ് എന്നാണ് യേശുക്രിസ്തു പോലും തന്റെ അപ്പനെ പറ്റി അഭിമാനത്തോടെ പറയുന്നത്. അങ്ങനെയാണ്. അങ്ങനെ യഹൂദ മതം മുഴുവൻ, യഹൂദ സമൂഹം മുഴുവൻ വളരെ ആദരവോട് കണ്ട ഒരു മനുഷ്യനായിരുന്നു ജോസഫ് പിതാവ്. അദ്ദേഹം സാധാരണ യഹൂദന്മാർ കല്യാണം കഴിക്കുന്നത് പോലെ വളരെ യങ് ഏജിൽ കല്യാണം കഴിച്ചില്ല. അദ്ദേഹം ഈ തടിയും പണിയും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ട് നടന്നതിൽ അദ്ദേഹം ശ്രദ്ധ ചെലുത്തിയില്ല. അദ്ദേഹം വിവാഹം കഴിച്ചത് 40-ാമത്തെ വയസ്സിലാണ്. ജോസഫ് വിവാഹം കഴിക്കുന്നത് 40-ാമത്തെ വയസ്സിലാണ്. അദ്ദേഹം വിവാഹം കഴിച്ച അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് മെൽക്ക എന്നായിരുന്നു. മെൽക്ക. 40-ാമത്തെ വയസ്സിൽ അദ്ദേഹം മെൽക്കയെ കല്യാണം കഴിച്ചു. ആ കുടുംബജീവിതം 49 വർഷം നീണ്ടുവന്നു. 49 years, 49 വർഷം നീണ്ടുവന്നു. 49 വർഷം കഴിഞ്ഞപ്പം മെൽക്ക മരിച്ചുപോയി. അപ്പൊ ജോസഫിന് എത്ര വയസ്സുണ്ട്? 89 വയസ്സുണ്ട്. 89 വയസ്സ്, ജോസഫിന് 89 വയസ്സുള്ളപ്പോ മെൽക്ക മരിച്ചുപോയി. ആ കുടുംബജീവിതത്തിൽ അദ്ദേഹത്തിന് 6 മക്കളുണ്ട്. 4 ആൺമക്കളും 2 പെൺമക്കളും. 4 ആൺമക്കളും 2 പെൺമക്കളും. ജൂഡാസ്, ജസ്റ്റസ്, സൈമൺ, ജെയിംസ്. 4 ആൺമക്കളുടെ പേരാണ്. ജൂഡാസ്, ജസ്റ്റസ്, സൈമൺ ആൻഡ് ജെയിംസ്. 2 പെൺമക്കൾ ലിസിയായും ലിദിയായും. ഈ 6 മക്കളെ പിന്നെ അദ്ദേഹം തന്റെ വീട്ടിൽ സംരക്ഷിച്ച് വരുമ്പോൾ 89-ാമത്തെ വയസ്സിൽ ഭാര്യ മരിച്ച് മക്കളുമായിട്ട് അദ്ദേഹം കഴിയുകയാണ്. ഈ സമയത്താണ് കന്യക മറിയാം യെരുശലേം ദേവാലയത്തിൽ വളരുന്നത്. നമുക്കറിയാമല്ലോ, യുയാക്കീം ഹന്ന ദമ്പതികൾക്ക് വാർദ്ധക്യത്തിൽ ജനിച്ച മകളാണ്, പ്രാർത്ഥനയോട് ലഭിച്ച മകളാണ് കന്യക മറിയം. അതുകൊണ്ട് യുയാക്കീം ഹന്ന ദമ്പതികൾ യെരുശലേം ദേവാലയത്തിൽ ഈ 3-ാമത്തെ വയസ്സിൽ കന്യക മറിയാമിനെ സമർപ്പിച്ചു. ദേവാലയത്തിൽ സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മള് പരിമലയൊക്കെ അടിമ വെക്കാറുണ്ടല്ലോ കുഞ്ഞുങ്ങളെ, അല്ലേ? കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും രോഗമൊക്കെ വരുമ്പം നമ്മള് എന്തെങ്കിലും നേരും പരിമല അടിമ വെക്കാന്ന് പറയും. പരിമല അടിമ വെക്കാന്ന് പറയുന്ന കുഞ്ഞ് വളർന്നു കഴിയുമ്പം പരിമല പള്ളിയുടെ വാതിക്കൽ കൊണ്ട്, പടികൽ കൊണ്ട് കുഞ്ഞിനെ ഒന്ന് ഇരുത്തിയിട്ട് അപ്പുറത്ത് വഞ്ചി കൊണ്ടുപോയി കുറച്ച് പൈസ ഇടും. കുഞ്ഞിന് പകരം പൈസ ഇട്ടിട്ട് പിന്നെ കുഞ്ഞിനെ എടുത്ത് നമ്മൾ കൊണ്ടുപോകും. അല്ലാതെ പള്ളി കൊടുക്കുകയല്ലല്ലോ നമ്മൾ ചെയ്യുന്നു. പക്ഷെ യെരുശലേം ദേവാലയത്തിൽ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും അവരെ താമസിക്കാനായിട്ട് സൗകര്യമുണ്ട്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേക സൗകര്യമുണ്ട്. അങ്ങനെ ഈ സമർപ്പിക്കപ്പെടുന്ന കുട്ടികൾ വർഷങ്ങളോളം അവിടെ താമസിക്കാൻ പറ്റും. അവിടെ വെച്ച് ന്യായപ്രമാണം പഠിക്കാം, യെരുശലേം ദേവാലയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഇടപെടാം. ഈ കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ന്യായപ്രമാണ ശാസ്ത്രന്മാരുണ്ട്. അവരുടെ ശിക്ഷണത്തിൽ ഇവർക്ക് പഠിക്കുകയൊക്കെ ചെയ്യാം. അങ്ങനെയാണ് 12-ാമത്തെ വയസ്സിൽ യേശുക്രിസ്തു യെരുശലേം ദേവാലയത്തിൽ മിസ് ചെയ്യുമ്പോൾ ആ പഠന ക്ലാസ്സിൽ ഇരുന്നു കൊണ്ടാണ് മറ്റു കുട്ടികളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഗുരുവിനോട് ചോദ്യം ചോദിച്ച സംഭവം ലൂക്കോസ് എവൻഗേലിയസിന് എഴുതിയിരിക്കുന്ന ആ പശ്ചാത്തലത്തിലാണ് നമ്മൾ കാണേണ്ടത്. അങ്ങനെ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും താമസിപ്പിക്കാൻ വളരാൻ അവിടെ സൗകര്യമുണ്ട്. പക്ഷേ ഒരു കാര്യം, പെൺകുട്ടികൾക്ക് പ്രത്യേകതയുണ്ട്. 12 വയസ്സ് കഴിയുമ്പോൾ ഒരു വീട്ടിൽ പോകണം. 12 വയസ്സ് വരെ യെരുശലേം ദേവാലയത്തിൽ താമസിക്കാൻ പറ്റുള്ളൂ. 3-ാമത്തെ വയസ്സിൽ അപ്പനും അമ്മയും യെരുശലേം ദേവാലയത്തിൽ കൊണ്ടാക്കി. അവൾ യെരുശലേം ദേവാലയത്തിലെ എല്ലാ കാര്യങ്ങളിലും അത് വളരെ സന്തോഷത്തോടു കൂടി ചെയ്തു. പ്രത്യേകിച്ചും യെരുശലേം ദേവാലയത്തിലെ തിരശ്ശീല ഉണ്ടാക്കുന്ന പണിയുന്നതിൽ അത് റിപ്പയർ ചെയ്യുന്നത്, അതിനകത്ത് ഈ
ഹാൻഡിക്രാഫ്റ്റ്സ് വർക്കൊക്കെ ചെയ്യുന്നത്, അങ്ങനെയുള്ളതെല്ലാം അവൾ ചെയ്യുമായിരുന്നു. യെരുശലേം ദേവാലയവുമായി ബന്ധപ്പെട്ട എല്ലാ തുണിത്തരങ്ങളും വളരെ മനോഹരമായി നെയ്യുന്ന കാര്യത്തിൽ കന്യാമറിയാമിന് വലിയ പ്രാവീണ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് യെരുശലേം ദേവാലയത്തിലുള്ള എല്ലാ തുണിത്തരങ്ങളും അവളുടെ മേൽനോട്ടത്തിലും അവളുടെ പ്രത്യേക താല്പര്യത്തിലുമാണ് തുണിത്തരങ്ങളൊക്കെ നെയ്തുകൊണ്ടിരുന്നത്. പുരോഹിതന്മാർക്കൊക്കെ അവളെ വളരെ ഇഷ്ടമായിരുന്നു. അവളുടെ സ്വഭാവവും അവളുടെ ഈ കഴിവും എല്ലാം കൊണ്ടും വളരെ താല്പര്യമായിരുന്നു. 12 വയസ്സ് കഴിഞ്ഞപ്പോ അവളോട് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് യുയാക്കിയും ഹന്നയും മരിച്ചുപോയിരുന്നു. 12 വയസ്സ് കഴിഞ്ഞ് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ വീട്ടിൽ പോകുകയില്ല, ഞാൻ ഇവിടെ താമസിക്കുകയാണെന്ന് പറഞ്ഞു. പക്ഷെ പുരോഹിതന്മാർക്ക് നിവൃത്തിയില്ലല്ലോ, നിയമം അനുവദിക്കുന്നില്ല. അവളെ അവിടെ താമസിപ്പിക്കാൻ നിയമം അനുവദിക്കുന്നില്ല. അപ്പോ ഇവളെ ഏൽപ്പിക്കാൻ ഒരാളെ അന്വേഷിച്ചു. അപ്പൊ ജോസഫ് ഭാര്യ മരിച്ചിട്ട് 1 വർഷം കഴിഞ്ഞിരുന്നു. 89 വയസ്സ് കഴിഞ്ഞ് 90 വയസ്സായി ജോസഫിന്. 90 വയസ്സായ ജോസഫിനെ ഞാൻ പറഞ്ഞല്ലോ, നീതിമാനായ മനുഷ്യനായിട്ട് സമൂഹം മുഴുവൻ, യഹൂദമതം മുഴുവൻ കാണുന്ന വളരെ വിശ്വസ്തനും നീതിമാനുമായ മനുഷ്യനെ കന്യാമറിയാമിനെ ഏൽപ്പിക്കാൻ പുരോഹിതന്മാര് തീരുമാനിച്ചു. അങ്ങനെ ജോസഫിനെ വരുത്തി കന്യാമറിയാമിനെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, ഇവൾ വിവാഹം കഴിക്കാൻ സമ്മതമാകുമ്പോൾ നീ ഇവളെ വിവാഹം കഴിച്ച് സംരക്ഷിക്കണമെന്ന് പറഞ്ഞു. അന്നത്തെ കാലഘട്ടത്തിൽ ഈ വിവാഹം കഴിക്കുന്നതിന് പ്രായവ്യത്യാസമൊന്നും വിഷയമല്ല. നിങ്ങൾക്കറിയാമോ, പഴയ നിയമത്തിൽ താമാർ എന്ന് പറയുന്ന ഒരു സ്ത്രീ വിവാഹം കഴിച്ച കഥ കൊടുക്കുന്നുണ്ടോ? പഴയ നിയമത്തിൽ താമാർ വിവാഹം കഴിച്ചു, ഭർത്താവ് മരിച്ചുപോയപ്പം ഭർത്താവിന്റെ പിതാവ് താമാറിനോട് പറയുന്നുണ്ട്, നീ നിന്റെ വീട്ടിൽ പൊയ്ക്കോ, എനിക്കിനി ഒരു മകൻ ജനിച്ച് അവൻ വളർന്ന് വിവാഹപ്രായമാകുമ്പോ ഞാൻ നിന്നെ വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ടുവന്ന് അവന് വിവാഹം ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞു. ഒരു മകൻ ജനിച്ച്, അങ്ങനെ അവൾ വെയിറ്റ് ചെയ്യുകയും ചെയ്തു, താമാർ വെയിറ്റ് ചെയ്യുകയും ചെയ്തു. ആ കഥ പിന്നെ മാറിപ്പോയി, അത് നിങ്ങൾ വായിച്ചു നോക്കിക്കൊണ്ട് വെച്ചാൽ മതി. ആ കാലഘട്ടത്തിൽ അങ്ങനെയാണ്. അതുകൊണ്ട് 90 വയസ്സുകാരനായ ജോസഫിനെ ഏൽപ്പിച്ചിട്ട് 12 വയസ്സുകാരി മറിയമിനെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, ഇവൾ വിവാഹത്തിന് സമ്മതിക്കുന്ന കാലഘട്ടം വരുമ്പോൾ അവളെ വിവാഹം കഴിച്ച് നീ ഇവളെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ നീതിമാനായ ജോസഫിനെ ഏൽപ്പിച്ചു. അവൾ വീട്ടിൽ വന്നു. ഏറ്റവും ഇളയ ആളാണ് ജെയിംസ്. അവിടെ വീട്ടിൽ 6 മക്കളുണ്ട്. 6 മക്കളാ വീട്ടിലുണ്ട്. ഏറ്റവും ഇളയ ആളാണ് ജെയിംസ്. ആ ഇളയ കുഞ്ഞിനെയും സംരക്ഷിച്ച് ആ വീട്ടിലെ കാര്യങ്ങൾ സംതൃപ്തി അടഞ്ഞ് അങ്ങനെ അവൻ ഇവിടെ കഴിഞ്ഞു. 2 വർഷം കഴിഞ്ഞു. 14-ാമത്തെ വയസ്സിലാണ് കന്യാമറിയാമിന് 14 വയസ്സുള്ളപ്പോഴാണ് ഗബ്രിയേൽ മാലാഖ പ്രത്യക്ഷപ്പെടുന്നതും യേശുക്രിസ്തുവിനെ ഉദരത്തിൽ വഹിക്കുന്നതിനുള്ള നിയോഗം അവൾക്ക് ലഭിക്കുന്നതും. അങ്ങനെ ജോസഫിനും കന്യാമറിയാമിനും ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായി. കന്യാമറിയാമിന്റെ ഉത്തരവാദിത്വം ജോസഫ് ഏറ്റെടുക്കുന്നതും ആ കഥയൊക്കെ പിന്നെ നമുക്ക് വേദപുസ്തകത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള സംഗതിയാണ്. ജോസഫിന് 92 വയസ്സുള്ളപ്പോഴാണ് യേശുക്രിസ്തു ജനിച്ചത്. ജോസഫിന് 92 വയസ്സുള്ളപ്പോൾ യേശുക്രിസ്തു ജനിച്ചു. കന്യാമറിയാമിന് 14 വയസ്സും. അത് കഴിഞ്ഞ് 111-ാമത്തെ വയസ്സിൽ ജോസഫ് മരിച്ചുപോയി. 92 വയസ്സുള്ളപ്പോൾ ക്രിസ്തു ജനിച്ചു. 111-ാമത്തെ വയസ്സിൽ ജോസഫ് മരിക്കുമ്പോൾ അപ്പൊ ക്രിസ്തുവിന് എത്ര വയസ്സുണ്ട്? 19 വയസ്സുണ്ട്. ക്രിസ്തുവിന് 19 വയസ്സ്. ജോസഫ് മരിക്കാറായപ്പോ, മരിക്കാൻ കിടക്കുമ്പോൾ 111-ാമത്തെ വയസ്സിൽ ജോസഫ് മരിക്കാൻ കിടക്കുമ്പോ ജോസഫ് തന്റെ ഭാര്യ മറിയമിനെയും ഈ മക്കളെയും വിളിച്ചു. എത്ര മക്കളുണ്ട് ഇപ്പോ? യേശുക്രിസ്തു ഉൾപ്പെടെ 7 മക്കളുണ്ട്. 7 പേര്, 5 ആൺമക്കളും യേശുക്രിസ്തു ഉൾപ്പെടെ 5 പേര്, 2 പെൺമക്കളും. ഒരു വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ മരിക്കാൻ പോകുകയാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ അറിയാതെ എന്തെങ്കിലും കുറ്റം, പിഴവുകൾ, പാപം എൻ്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടോ എന്ന് എനിക്ക് നിശ്ചയമില്ല. പക്ഷെ ഞാൻ മരിക്കുമ്പോൾ ആ പാപത്തിൽ മരിക്കാൻ ഇടയാകരുത്. അതുകൊണ്ട് നിങ്ങൾ എന്നെ യെരുശലേമിൽ കൊണ്ടുപോകണം. യെരുശലേം ദേവാലയത്തിൽ ചെന്ന് എനിക്കൊരു പാപപരിഹാര ബലിയർപ്പിക്കണം. അങ്ങനെ ദൈവസന്നിധിയിലേക്ക് ഞാൻ കടന്നു പോകുമ്പോ, എന്റെ പിതാക്കന്മാരുടെ കൂട്ടത്തിൽ ഞാൻ ചേർക്കപ്പെടുമ്പോൾ
നീതിയോടുകൂടി നീതിയുള്ളവനായി ഞാൻ എൻ്റെ പിതാക്കന്മാരുടെ കൂട്ടത്തിൽ ചേർക്കപ്പെടണം. അതുകൊണ്ട് തന്നെ യെരുശലേമിൽ കൊണ്ടുപോയി യെരുശലേം ദേവാലയത്തിൽ ഒരു പാപപരിഹാര ബലി അർപ്പിക്കാൻ തക്കവണ്ണം ക്രമീകരണം ചെയ്യണമെന്ന് പറഞ്ഞു. കന്യാമറിയാമും ഈ മക്കൾ 7 പേരോട് ചേർന്ന് ജോസഫിനെയും കൊണ്ട് 3 ദിവസത്തെ യാത്ര ചെയ്ത് ഗലീലയിൽ നിന്നും 3 ദിവസത്തെ യാത്ര ചെയ്ത് യെരുശലേമിൽ, യഹൂദ്യയിലെ യെരുശലേമിൽ കൊണ്ടുവന്ന് യെരുശലേം ദേവാലയത്തിൽ താമസിപ്പിച്ച് അവിടെ പാപപരിഹാര ബലിയർപ്പിച്ചു. അത് കഴിഞ്ഞ് ജോസഫിനെയും കൊണ്ട് തിരിച്ച് ഗലീലയിൽ പോയി 111 വയസ്സിൽ ജോസഫ് ഗലീലയിൽ വെച്ച് മരിച്ചു. അതാണ് ജോസഫിന്റെ ചരിത്രം. അത് കഴിഞ്ഞ് 11 വർഷം കൂടി കഴിഞ്ഞാണ് ക്രിസ്തു തന്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നത്. അതുകൊണ്ട് സുവിശേഷത്തിന്റെ താളുകളിൽ ജോസഫ് പരാമർശിക്കപ്പെട്ടിട്ടില്ല. പക്ഷെ ക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു കൊടുത്ത കഥയാണ് ഞാനിപ്പോ നിങ്ങളോട് പറഞ്ഞത്, ജോസഫിനെ പറ്റി. ആ സഹോദരന്മാരും സഹോദരിമാരെ പറ്റിയാണ് യേശു ക്രിസ്തുവിന്റെ സഹോദരന്മാരെയും സഹോദരിമാരെയും ഒക്കെ നമുക്കറിയാമല്ലോ എന്ന് സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പരീശന്മാരും ശാസ്ത്രിമാരും ഒക്കെ യേശു ക്രിസ്തുവിനെ പറ്റി പറയുമ്പോൾ അവൻ ഈ തച്ചന്റെ മകനല്ലേ, അവന്റെ സഹോദരൻ അവന്റെ മാതാവിനെയും അവന്റെ സഹോദരങ്ങളെയും അവന്റെ സഹോദരിമാരെയും നമുക്കറിയാവുന്നല്ലോ എന്ന് പറയുന്നതിന്റെ കാരണം ഈ സഹോദരന്മാരെയും സഹോദരിമാരെ പറ്റിയൊക്കെയാണ് പറയുന്നത്. 92 വയസ്സുകാരനായ ഒരു വൃദ്ധൻ 14 വയസ്സുകാരി പെൺകുട്ടിയെ സംരക്ഷിച്ച ആ സംരക്ഷണവും മനസ്സിലാക്കലും തിരുക്കുടുംബത്തിന്റെ പശ്ചാത്തലത്തിൽ ചിന്തിച്ചുകൊണ്ട് വേണം ദൈവമാതാവിനെ പറ്റിയുള്ള എല്ലാ ചിന്തകളും നമ്മുടെ മനസ്സിൽ രൂപപ്പെടാൻ. തിരുക്കുടുംബത്തിന്റെ ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വേണം ദൈവമാതാവിനെ പറ്റിയുള്ള എല്ലാ ചിന്തകളും നമ്മുടെ മനസ്സിൽ രൂപപ്പെടാൻ. നിങ്ങളിവിടെ കല്യാണം കഴിച്ചിട്ടുള്ളവരാണല്ലോ കൂടുതലും ഇരിക്കുന്നവര്. ഒരേ ഏജ് ഗ്രൂപ്പിൽപ്പെട്ടവരാണ് വിവാഹം കഴിക്കുന്നത്. 1, 2, 3, 4 വയസ്സിന്റെ ഒക്കെ വ്യത്യാസം വരുമായിരിക്കും. ഒരേ വിദ്യാഭ്യാസ യോഗ്യതയായിരിക്കും. ഒരേ സാമ്പത്തിക നിലവാരത്തിൽ നിന്നായിരിക്കും കല്യാണം കഴിക്കുന്നത്. ഒരേ പാരമ്പര്യങ്ങളിൽ നിന്ന്, എല്ലാം ഒരേപോലെയുള്ള പാരമ്പര്യങ്ങളിൽ നിന്നും വിശ്വാസത്തിൽ നിന്നും ഏജിൽ നിന്നും ഒക്കെ കല്യാണം കഴിച്ചു വന്നിട്ട് എന്തെന്ത് ശൈഥില്യങ്ങളാണ് കുടുംബജീവിതത്തിൽ സംഭവിക്കുന്നത്. ജോസഫും മറിയാമും തമ്മിലുള്ള പ്രായ വ്യത്യാസം 3 ജനറേഷന്റേതാണ്. 3 തലമുറകളുടെ വ്യത്യാസമാണ്. ഈ 3 തലമുറകളുടെ വ്യത്യാസമുള്ള ഒരു വൃദ്ധനും 14 വയസ്സുകാരി പെൺകുട്ടിയും മനസ്സിലാക്കലിന്റെ ചരിത്രമാണ് തിരുക്കുടുംബത്തിന്റെ ചരിത്രം. ദൈവമാതാവിന്റെ ജന്മപ്പെരുന്നാളിൽ അവളുടെ ഓർമ്മ പെരുന്നാൾ നാം കൊണ്ടാടുമ്പോ, ദൈവമാതാവിനെ പറ്റി സ്മരിക്കുമ്പോൾ തിരുക്കുടുംബത്തിന്റെ മനുഷ്യരുടെ, തിരുക്കുടുംബത്തിലെ വ്യക്തികളുടെ സ്നേഹത്തിന്റെ, കരുതലിന്റെ, മനസ്സിലാക്കലിന്റെ ബോധ്യത്തിൽ നമ്മുടെ ജീവിതത്തെ പരുവപ്പെടുത്തുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ സത്യത്തിൽ ഈ അനുഷ്ഠാനങ്ങൾ കൊണ്ടൊന്നും അർത്ഥമില്ല എന്ന് ഞാൻ പറയും. ദൈവമാതാവിന്റെ ജന്മപ്പെരുന്നാൾ വളരെ ആഘോഷമായിട്ട് ഈ ആരായി പള്ളിയിൽ ഈ ദേശം മുഴുവൻ കൊണ്ടാടുന്നുണ്ടായിരിക്കാം. പക്ഷെ കന്യാമറിയാമിനെ ജോസഫ് മനസ്സിലാക്കിയതും ജോസഫ് എന്ന വൃദ്ധനെ കന്യാമറിയാം ഉൾക്കൊണ്ടതും നമുക്ക് കണക്ക് പറയാൻ ഒരുപാടുണ്ടല്ലോ. ഭാര്യയ്ക്ക് ഭർത്താവിനോടും, ഭർത്താവിന് ഭാര്യയോടും, അപ്പന് മക്കളോടും, മക്കൾക്കപ്പനോടും, സഹോദരന്മാർ തമ്മിലും കണക്ക് പറയാൻ ഒരുപാടുണ്ടായതുകൊണ്ട് എല്ലാ ബന്ധങ്ങളിലും തകർച്ച സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ സകല ബന്ധങ്ങളിലും തകർച്ച സംഭവിച്ച കുടുംബ ബന്ധങ്ങൾക്ക് യാതൊരു മൂല്യവുമില്ലാതെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ദൈവമാതാവിന്റെ ജന്മപ്പെരുന്നാൾ നാം കൊണ്ടാടുമ്പോ തിരുക്കുടുംബത്തിന്റെ കരുതലിന്റെയും സ്നേഹത്തിന്റെയും മനസ്സിലാക്കലിന്റെയും ബോധ്യത്തിന്റെയും ആത്മാവിനെ ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുമ്പോഴേ ഈ അനുഷ്ഠാനങ്ങൾക്ക് അർത്ഥമുണ്ടാകുള്ളൂ എന്ന് പറയുവാൻ ഈ സന്ദർഭം ഞാൻ വിനിയോഗിക്കുകയാണ്. എങ്കിൽ മാത്രമേ ഒരു 94 വയസ്സുകാരനായ മനുഷ്യൻ അനുഭവിച്ച ത്യാഗം ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഈ 14 വയസ്സുകാരി പെൺകുട്ടിയെയും കൊണ്ട് അവളെയോട് സംരക്ഷണം ഏറ്റെടുത്ത് ഗലീലയിൽ നിന്നും യഹൂദയിലേക്ക് യാത്ര ചെയ്യുന്നത്, ബേത്ലഹേമിലെ ജനനം, അതിനനുഭവിച്ച ത്യാഗങ്ങൾ, അവിടുന്ന് ഈജിപ്തിലേക്ക് ഓടിപ്പോകുന്നത്,
അവിടുന്ന് തിരിച്ച് വരുന്നത് ഈ യേശുക്രിസ്തുവിനെ 19 വയസ്സുവരെ സംരക്ഷിച്ചത്, കന്യാമറിയാമിനെ ഉൾക്കൊണ്ടത്, തിരുക്കുടുംബത്തിന്റെ മഹത്വം കാത്തു സംരക്ഷിച്ചത്, അദ്ദേഹം എന്ത് ത്യാഗം സഹിച്ചു എന്നൊന്ന് ആലോചിച്ചു നോക്കിയേ. നാം ഓരോ കാര്യങ്ങൾക്കും കണക്ക് പറഞ്ഞ് സഹോദരങ്ങൾ തമ്മിലും ഭാര്യാഭർത്താക്കന്മാർ തമ്മിലും അപ്പനും മക്കളും തമ്മിലും ഇങ്ങനെ കണക്ക് പറഞ്ഞ് എല്ലാ ബന്ധങ്ങളിലും ശൈഥല്യം സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോ തിരുക്കുടുംബത്തിന്റെ മഹത്വം ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം, ആ സ്നേഹത്തിന്റെ കരുതലിന്റെ മഹത്വം ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം നമ്മുടെ മനസ്സിനെയും മനസാക്ഷിയെയും പരുവപ്പെടുത്തുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുമ്പോഴേ ഈ ജന്മപ്പെരുന്നാളിന് അർത്ഥമുള്ളൂ. അതാണ് ഏറ്റവും വലിയ മധ്യസ്ഥത. നിങ്ങൾ ഇവിടെ കാണിക്കുന്ന എല്ലാ ആഘോഷങ്ങൾക്കും അർത്ഥമുണ്ടാകുന്നത് അപ്പോൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതും പ്രത്യേകം നാം സ്മരിക്കേണ്ട സംഗതിയാണ്. കർത്താവിൽ വാത്സല്യമുള്ളവരെ, ദൈവമാതാവിന്റെ ജന്മപ്പെരുന്നാളിന്റെ ഈ ദിവസങ്ങളിൽ ആ മധ്യസ്ഥത നാം തേടുമ്പോൾ നസ്രയത്തിലെ തിരുക്കുടുംബത്തിന്റെ മഹത്വപൂർണമായ ജീവിത മൂല്യങ്ങളെ നമ്മുടെ ജീവിതത്തിൽ കരുതുവാൻ, ഉൾക്കൊള്ളുവാൻ, അങ്ങനെ മഹത്വപൂർണമായ ഒരു ജീവിതം നയിക്കുവാൻ തക്കവണ്ണം കന്യാമറിയാമിന്റെ മധ്യസ്ഥത നമുക്ക് ഏവർക്കും കോട്ടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.